Bible Crown 2020. The Linarisa family dedicates with the prayers Bible Crown 2020 for the promotion and propagation of the Word of God. Bible Crown 2020. തിരുവചന പൊരുളുകൾ അനേകായിരങ്ങൾക്ക് വെളിച്ചമായി തീരുവാൻ ബൈബിൾ ക്രൗൺ 2020 മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അനിൽ ജോൺ, സോഫി അനിൽ, അൻസോ അനിൽ ആൻഡ് അലൻസോ അനിൽ, ഷാർജ. ദൈവത്തിന്റെ തിരുവചനം പഠിക്കുവാൻ, പഠിപ്പിക്കുവാൻ, ധ്യാനിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ബൈബിൾ ക്രൗൺ 2020. ബൈബിൾ ക്രൗൺ 2020. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗപിതാവാം ദൈവമേ, സീനായ സ്റ്റേജിൻ്റെ ഈ എപ്പിസോഡിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന കൃപകൾക്കായിട്ട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന മത്സരാർത്ഥികളെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ കൃപയോടുകൂടി ഇതിൽ പങ്കെടുക്കുവാൻ കൊണ്ടും സഹായിക്കണമേ. ലോകത്തിൽ അനേകായിരങ്ങൾക്ക് നിൻ്റെ വചനത്തിൻ്റേതായുള്ള പൊരുൾ മനസ്സിലാക്കുവാനും നിൻ്റെ നാമം മഹത്വപ്പെടുവാനും യേശുവിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാനും ഉയർത്തപ്പെടുവാനും തക്കോണം ഇത് മുഖാന്തരമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങനെ കൊണ്ട് സൂക്ഷ്മമായി പന്തകൊണ്ടും സഹായിക്കണമേ. എല്ലാം അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിനെ തീരുവാൻ ഇടയാക്കണമെന്ന് യേശു അതിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുവാനാണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ബൈബിൾ ക്രൗൺ 2020 വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും കർത്തൃനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം. ബൈബിൾ ക്രൗൺ 2020 സീന സ്റ്റേജിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നാം പ്രവേശിക്കുകയാണ്. സീനായ് സ്റ്റേജിലെ സ്കോർ കീപ്പേഴ്സായിട്ട് നമ്മോടൊപ്പം ഉള്ളത് മിസ്സസ് രാജി വർഗീസ്. നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുള്ളതുകൊണ്ട് കൂടുതലായിട്ട് ഒന്നും പറയുവാനില്ല. ശ്രീമതി രാജി വർഗീസിനെ ഈ എപ്പിസോഡിലേക്ക് പ്രത്യേകമായി കർത്തനാം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് മിസ്സസ് ഷീബ സക്കറിയ. ഈ എപ്പിസോഡിലേക്ക് ഷീബ സക്കറിയയും സ്വാഗതം ചെയ്യുന്നു. നമ്മോടൊപ്പം ഉള്ളത് മത്സരാർത്ഥികളായി ശ്രീ ഫ്ലെഡിൻ ജോഷുവ ജോർജ്, സന്തോഷ്, കരുണ എസ്. നിങ്ങളെല്ലാവരെയും ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സ്റ്റേജ്, സീനായ് സ്റ്റേജ് മുൻ സ്റ്റേജിനേക്കാൾ അല്പം വ്യത്യാസമുണ്ട്. സം ഡിഫറൻസസ് ബിറ്റ്വീൻ ദ റൗണ്ട്സ് ഓഫ് ദ പ്രീവിയസ് സ്റ്റേജസ്. In the first two stages, we had changed the pattern a little bit. Now here again we find the content should be almost the same, but the names are different. For example, here we have the Bible focus round, which has the questions from the Old and New Testament. Bible focus round. That is a one-word answer round. That is a buzzer round. The next round is the Christian focus round, showing you different Christian personalities. You have to recognize them and then tell us what you know about them. ക്രിസ്ത്യൻ ലോക ക്രൈസ്തവ ചരിത്രത്തിൽ മുഖമുദ്രകൾ പതിപ്പിച്ചിട്ടുള്ള വ്യക്തികൾ, അങ്ങനെ അവരുടേതായിട്ടുള്ള ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുകയും അവരെ തിരിച്ചറിഞ്ഞ് അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യാനുള്ള ക്രിസ്ത്യൻ ഫോക്കസ് റൗണ്ട്. അവസാനമായിട്ട് ടെസ്റ്റിമണി റൗണ്ട്. ക്രിസ്തീയ ജീവിതത്തിൽ നിങ്ങൾക്കുള്ള സാക്ഷ്യം, യുവർ ടെസ്റ്റിമണി. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. സോ ദീസ് ആർ ദ 4 different rounds in this stage. Right? So are you ready? Yes, Fredin. How was your preparation? നല്ലതായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നല്ലതായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. Right, that's very good. You had enough time. You had enough time to prepare. But you are prepared. Very good. Yes, Sandosh, சொல்லு. எப்படி? நல்லா ப்ரிப்பேர் ஆயிருக்கு. நல்லா ப்ரிப்பேர் பண்ணிருக்கீங்க. என்ன? பைபிள் படிச்சியா? Yes, sir. Or did you read some sort of Bible quiz books? So in which way did you prepare? ബൈബിൾ പഠിച്ചேன். ബൈബിൾ നല്ല പഠിച്ചു. വെരി ഗുഡ്. സോ യു ആർ കോൺഫിഡൻറ്റ്? യെസ് സർ. കരുണ എസ് എന്താ പറയുന്നു? നന്നായിട്ട് പഠിച്ച് നല്ല വായിച്ചിട്ടുണ്ട്. സന്തോഷമാണ്. സന്തോഷമുണ്ട്. All are happy. Shall we go it for the first round? Bible focus round.
Who wants to answer the first question? Karuna or Fledin? Fledin? All right. ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ആരാണ് പറഞ്ഞതെന്ന് പറയണം. യു ഹാവ് ടു ടെൽ മീ ഹൂ മേഡ് ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അണ്ടർസ്റ്റുഡ്? റൈറ്റ്. Bible focus round. Here we go with the first question in the Bible focus round to Fledin Joshua George. Yes. And here is a question. ഇവൻ ദൈവത്തിൻ്റെ പുത്രൻ ആയിരുന്നു സത്യം എന്ന് ആരാണ് പറഞ്ഞത്? യേശുവിനെ ക്രൂശിച്ച സമയത്ത് ശതാധിപൻ പറയുന്ന വാക്ക്. Exactly the right answer. യേശുവിനെ ക്രൂശിച്ച ശേഷം ശതാധിപനും അവനോടുകൂടെ കാവൽ നിന്നവരും ആണ് പറയുന്നത്. So Fledin gets 5 marks. Opening account. സന്തോഷ്, എപ്പോഴാണ് ഇത് പറഞ്ഞത്? ശതാധിപനാണ് പറഞ്ഞത്. The centurion told us. But when did he say this? After the Jesus death means when they took the spear and pierced into the Jesus stomach. No. After that, when he surrendered his soul into the Father's hand and died. That is the right answer. യേശു പ്രാണനെ വിട്ടപ്പോൾ തമിഴിൽ എപ്പടി ചൊല്ലും അത്? യേശു ജീവനെ വിട്ട പിറகு. അതന്നെ ചൊല്ലണോ? That's ശതാധിപൻ വന്നു കുത്തി അതാണോ പറഞ്ഞത്? All right. 5 marks for സന്തോഷ്. കാരണം യേശു പ്രാണനെ വിട്ടപ്പോൾ എന്ത് സംഭവിച്ചു? തിരശ്ശീല 2 ചീന്തിപ്പോയി, മേൽത്തൊട്ടടിയോളം. കീറി. കറക്റ്റ്. പിന്നെ വേറെന്ത് സംഭവിച്ചു? ഇരുട്ടുണ്ടായി. ഇരുട്ടുണ്ടായി. വേറെന്ത് സംഭവിച്ചു? വിശുദ്ധന്മാരൊക്കെ ഉയർത്തെഴുന്നേറ്റു. കറക്റ്റ്. പിന്നെ പാറകൾ പിളർന്നു. പാറകൾ. ഇല്ലേ? വിശുദ്ധന്മാർ ശരീരങ്ങൾ ഉയർത്തി. റൈറ്റ്. ഷീ ഗെറ്റ്സ് 5 marks. റൈറ്റ്. പാറകൾ പിളർന്നതിന് 1/2 മാർക്ക് കുറയ്ക്കേണ്ടതാണ് റിപ്പോർട്ട്. കരുണയോട് അല്പം കരുണ കാണിക്കുന്നു. റൈറ്റ്. The next question again goes to Fledin. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുവിനെന്ന് പ്രസംഗിച്ചതാരാണ്? യോഹന്നാൻ സ്നാപകൻ. എക്സാക്ട്ലി. യോഹന്നാൻ സ്നാപകനാണ്. 5 marks for Fledin. ആരോടാണ് ഇപ്രകാരം യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചത്? to all the people from Judea and Samaria who Exactly. came to Exactly. take baptism. യഹൂദയിൽ നിന്നും മറ്റു വന്ന ജനങ്ങളോടാണിത് പറഞ്ഞത്, യോഗ്യമായ ഫലം കായ്ക്കുവാൻ. 5 marks for സന്തോഷ്. കാരണം മുഴുവൻ പറയണം, എന്നാലേ പുഴുവൻ മാർക്ക് കിട്ടുള്ളൂ. ഇനിയും കാരണം ഉണ്ടാകുകയില്ല. ഓൾറൈറ്റ്, ഡോണ്ട് വറി. എന്തുകൊണ്ടാണ് ഹേരോദാവ് യോഹന്നാൻ സ്നാപകനെ തടവിലാക്കിയത്? തന്റെ സഹോദരന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു നിന്നിട്ട്. എന്തുകൊണ്ട്? സഹോദരന്റെ ഭാര്യയെ കൈക്കലാക്കിയതുകൊണ്ട്. അവൻ അത് ശരിയല്ലെന്ന് പറഞ്ഞു. എക്സാക്ട്ലി ദ റൈറ്റ് ആൻസർ. സോ ഷീ ഗെറ്റ്സ് 5 marks. So as we come to the end of the Bible focus round, give me the scorecard. Fledin Joshua George 10, 10 marks. Santosh 10, Santosh gets 10 marks. also Karuna 10. So all the three have got 10 each. So it's a tie. Very good. Bible Count 2020. Museum of the World International Theme Park. കാഴ്ചകളുടെ വിസ്മയങ്ങൾ കോർത്തിണക്കിയിരിക്കുന്ന മ്യൂസിയം ഓഫ് ദി വേൾഡ്. മ്യൂസിയം ഓഫ് ദി വേൾഡിന്റെ അലങ്കാരമാണ് മെഡലിക് ബൈബിൾ. സർ എഡ്വേർഡ് തോമസൺ ആണ് മെഡലിക് ബൈബിളിന്റെ ഉപജ്ഞാതാവ്. 1830 ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാമിൽ വെച്ച് സർ എഡ്വേർഡ് തോമസൺ മെഡലിക് ബൈബിൾ നിർമ്മിച്ച് പ്രകാശനം ചെയ്തു. ചെമ്പിലും വെള്ളോടിലുമായി നിർമ്മിക്കപ്പെട്ട 73 മില്ലിമീറ്റർ വ്യാസമുള്ള മെഡലുകളിലായിരുന്നു തോമസൺ ഇവ രൂപകൽപ്പന ചെയ്തത്.
മെഡലുകളുടെ ഒരു വശത്ത് തിരുവചനത്തിലെ സുപ്രധാന സംഭവങ്ങളുടെ ചിത്രങ്ങളും മറുവശത്ത് അവയുടെ വിവരണങ്ങളും ആലേഖനം ചെയ്തിരിക്കുന്നതാണ് മെഡാലിക് ബൈബിൾ. ഇപ്രകാരം തിരുവചന സംഭവങ്ങളുടെ ചിത്രങ്ങളും അവയുടെ വിവരങ്ങളും ആലേഖനം ചെയ്തിരിക്കുന്ന 60 മെഡലുകളുടെ ക്രമാനുഗതമായ സഞ്ചയനമാണ് തോമസൺ മെഡലിക് ബൈബിൾ. എന്നാൽ 1970 ഫ്രാങ്ക്ലിൻ മിന്റ് എന്ന വ്യക്തി 44 മില്ലിമീറ്റർ വ്യാസമുള്ള വെങ്കല മെഡലുകളിൽ മെഡലിക് ബൈബിൾ അവതരിപ്പിക്കുകയുണ്ടായി. മെഡലിക് ബൈബിളിന്റെ ഫ്രാങ്ക്ലിൻ മിന്റ് വേർഷൻ എന്ന് ഇവ അറിയപ്പെടുന്നു. സ്വർണത്തിലും വെള്ളിയിലും വെങ്കലം, ഓട് തുടങ്ങി നശിച്ചു പോകാത്ത ലോഹങ്ങളിൽ ദൈവത്തിന്റെ വചനം രേഖപ്പെടുത്തി തലമുറകൾക്ക് കൈമാറുവാനുള്ള സർ എഡ്വേർഡ് തോമസണിന്റെ ദൈവീക ദർശനമാണ് മെഡലിക് ബൈബിളിന്റെ നിർമ്മിതിക്കുള്ള മുഖ്യ പ്രചോദനം. മെഡലിക് ബൈബിളിന്റെ ഫ്രാങ്ക്ലിൻ മിന്റ് വേർഷനാണ് മ്യൂസിയം ഓഫ് ദി വേൾഡ് ഇന്റർനാഷണൽ തീം പാർക്കിൽ കാഴ്ചക്കാർക്കായി പ്രദർശിപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് മ്യൂസിയം ഓഫ് ദി വേൾഡ് ഇന്റർനാഷണൽ തീം പാർക്ക്, പെരിങ്കൂർ, വെമ്പായം, തിരുവനന്തപുരം, കേരള, ഇന്ത്യ. ഫോൺ 0472 283 4848, 0472 283 4949. മൊബൈൽ 9495 828 444, 9495 998 555. Bible Crown 2020. So next is going to be a tough thing because this is a buzzer round. One word answer round. And this is going to be a buzzer round. One word answer roundil 5 ചോദ്യങ്ങളാണുള്ളത്. 5 ചോദ്യങ്ങളുള്ളപ്പോൾ ആദ്യമേ ബസർ അമർത്തുന്നവർക്കായിരിക്കും മറുപടിക്ക് സാധ്യത. So though you may know the answer, if you don't press the buzzer immediately, you will not be able to get the marks. മനസ്സിലായില്ല? കാരണം ചോദിക്കാൻ പോകുന്ന ഇന്നതാണെന്ന് രൂപം ഉണ്ടെങ്കിലും ബസർ അമർത്താം. Then I will wait and I will give the answer, but you have to answer the question. Otherwise you will get -1. Here we go. Ready? Hands on the buzzers. ദാവീദിനെ അത്യധികം സ്നേഹിച്ചിരുന്ന ശൗലിന്റെ മകന്റെ പേരെന്താണ്? യെസ് ഫ്ലെഡിൻ. യോനാഥാൻ. വളരെ ശരിയായ മറുപടിയാണ്. 5 മാർക്ക് ലഭിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏത് പ്രായത്തിലാണ് മോശ മിസ്രൈം വിട്ടുപോയത്? യെസ് കരുണ. 40. എക്സാക്ട്ലി 40 വയസ്സുള്ളപ്പോഴാണ്. എന്നാ തിരിയില്ല, కొంచెం ലേറ്റായി പോച്ചു. കാരണം ഏത് പ്രായം എന്ന് പറഞ്ഞപ്പോഴേ ഞെക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം ഞാൻ ചോദ്യം മാറ്റിയിനി. റൈറ്റ്. സോ ദ തേർഡ് ക്വസ്റ്റ്യൻ. വിശുദ്ധ ബൈബിളിൽ എത്ര 21 ദിവസം ഉപവാസ പ്രാർത്ഥനകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു? How many 21-day fasting prayers are recorded in the Bible? ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ബൈബിൾ ഉണ്ടെന്നുള്ള അറിയാമോ? അറിയാം. ആരാ ഉപവസിച്ചതെന്ന് അറിയാമോ? അറിയാം. അപ്പം പിന്നെ എത്ര പ്രാവശ്യം ഉണ്ടെന്ന് അറിയാമോ? So nobody is prepared to get a minus mark, right? Once. ഒറ്റ പ്രാവശ്യം. ആരാണ്? Daniel. Daniel, you should speak aloud. Oh yeah, be bold. Right. അത്യുന്നതനായ ദൈവം മോശയെ കനാൻ ദേശം കാണിച്ചത് എവിടെ നിന്നുമാണ്? യെസ് കരുണ. നെബോ പർവ്വതത്തിൽ. എക്സാക്ട്ലി. നേബോ പർവ്വതത്തിൽ നിന്നാണ്. ആവർത്തനം 32-ാം അധ്യായം 49-50 വാക്യങ്ങളുണ്ട്. The last question. Ready? സന്തോഷ്. Alright, please. സർവശക്തനായ ദൈവം താൻ സൃഷ്ടിച്ച മനുഷ്യനോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം. യെസ് ഫ്ലെഡിൻ. ആദാം ഇനി എവിടെയാകുന്നു?
നീ എവിടെ? Alright, 5 marks for Fledin. So that brings us to the close of one word round answer. Alright, will you please give me the scorecard, Shiva? Fledin gets 10 marks. Fledin gets 10 marks. Santosh at nil. Santosh didn't score this time, nil marks. Karuna at 10 marks. Karuna also gets 10 marks. Very good. Bible Count 2020. മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ മദ്രാസ് UAE ഭദ്രാസനാധിപനായ മലങ്കരയുടെ മണിനാഥമെന്ന് സഭാവ്യത്യാസമില്ലാതെ ക്രൈസ്തവ സമൂഹം ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന അഭിവന്യ ഒസ്താത്യോസ് തിരുമനസ് മ്യൂസിയം ഓഫ് ദ വേർഡിനെ കുറിച്ച്. ത്രിയേക ദൈവത്തിന് സ്തുതി. ഈ അനുഗ്രഹീത സ്ഥാപനത്തിൽ ക്രമീകരിച്ചിരിക്കുന്നതായ മ്യൂസിയവും അതിനോട് അനുബന്ധിതമായിരിക്കുന്ന സംവിധാനങ്ങളും എത്രയോ അനുഗ്രഹകരമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഉദ്ഭവവും അതിൻ്റെ തുടർന്നുള്ള വളർച്ചയും സംബന്ധിച്ചുള്ള ചരിത്രം, ലോകത്തിലെ വിവിധ ഭാഷകളിൽ രചിച്ചിട്ടുള്ളതായ വേദപുസ്തകങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാരമായി ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്രങ്ങൾ, സഭകളുടെ വളർച്ചയും ഇന്നോളമുള്ള അതിൻ്റെ ഉയർച്ചയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ മ്യൂസിയത്തിൽ വളരെ ചിട്ടയായിട്ട് ക്രമീകരിച്ച് വർണ്ണിക്കുകയാണ്. ഭാവി തലമുറയ്ക്കും ഇന്നത്തെ വർത്തമാന കാലത്തായിരിക്കുന്നവർക്കും യേശുക്രിസ്തുവിനെ കൂടുതൽ മനസ്സിലാക്കുവാനും യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുവാനുമായിട്ട് നിശ്ചയമായിട്ടും ഈ മ്യൂസിയം പ്രയോജനപ്പെടും. അതോടൊപ്പം തന്നെ വിവിധ രാജ്യങ്ങളിലെ നാണയങ്ങൾ, അതേപോലെ തന്നെ പഴയകാല അച്ചടി യന്ത്രങ്ങൾ ഒക്കെ ഇന്നത്തെ തലമുറയ്ക്ക് വളരെ വിജ്ഞാനം പ്രദാനം ചെയ്യുന്നവയാണ്. ഇതിനുവേണ്ടി വളരെ കഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി വളരെ ത്യാഗം സഹിച്ച പ്രിയപ്പെട്ട ബ്രദർ മാത്യു വർഗീസിനെ നന്ദിയോടെ ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ വലിയ താല്പര്യവും അദ്ദേഹത്തിൻ്റെ വിശ്വാസവും അദ്ദേഹത്തിൻ്റെ ക്രിസ്തുവിനോടുള്ളതായ ഭക്തിയും വിധേയത്വവും സമർപ്പണവുമൊക്കെ ഇതേപോലെയുള്ള കാര്യങ്ങളിലൂടെ കൂടുതൽ പ്രകടമാകുകയാണ്. ഈ സ്ഥാപനത്തിൽ വരുന്നവർക്ക് ഇത് എന്നും അനുഗ്രഹകരമായി തീരും, പ്രയോജനപ്പെടുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ സ്ഥാപനത്തിലൂടെ അനേക നന്മകളുണ്ടാകട്ടെ. ഇത് സഭകൾ എന്നുള്ളതിനേക്കാൾ ഉപരി ദൈവത്തെ അറിഞ്ഞ് ആരാധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഇത് അനുഗ്രഹത്തിനായി ഭവിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും വിനയപൂർവ്വം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. മ്യൂസിയം ഓഫ് ദ വേൾഡ്, PB നമ്പർ 4, വെമ്പായം PO, തിരുവനന്തപുരം. ഫോൺ 9495998555. Bible Count 2020. Next is the Christian focus round. Now, Christian focus round, you will be shown a picture. ഒരു ചിത്രം അവിടെ പ്രദർശിപ്പിക്കും. You have to identify who it is. There are, of course, Christian personalities who have done wonderful things for God. അതിനുശേഷം അവരെക്കുറിച്ച് പറയണം. First you have to identify rightly, then you should tell us what you know about the personality. All right? Shall we go? Yes, Karuna, here's your chance now. Yes, please show the picture. Identify. സാധു കൊച്ചുകുഞ്ഞി ഉപദേശി.
സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി വളരെ ശരിയായ മറുപടിയാണ്. ഈ സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി അദ്ദേഹത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ആദ്യ സമയത്ത് ദൈവത്തെയോട് ഏറ്റവും ശുശ്രൂഷിച്ച ഒരു ഉപദേശിയായിരുന്നു. അദ്ദേഹം ഒത്തിരി പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം എഴുതിയ പ്രസിദ്ധങ്ങളായ ചില പാട്ടുകൾ, ഒന്ന് രണ്ട് പാട്ടുകൾ പാടാമോ? പാടൂ. ദുഃഖത്തിൻ്റെ പാടൂ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. അത്രേ അറിയത്തുള്ളൂ. എപ്പോഴാണ് ഈ പാട്ട് പാടിയത്? തൻ്റെ മകൻ മരിച്ച സമയത്ത്. ഏത് മകൻ? ഇളയ മകൻ. ഇളയ എത്രാമത്തെ വയസ്സിൽ? അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മകനായ ശമൂവേൽ കുട്ടി 9 വയസ്സുകാരൻ മരിച്ചപ്പോൾ അദ്ദേഹം പാടിയ പാട്ടാണ്. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. മറ്റൊരു പാട്ട് പാടാമോ? അദ്ദേഹത്തിൻ്റെ സുപ്രസിദ്ധമായ മറ്റൊരു പാട്ട് അറിഞ്ഞൂടെ? അദ്ദേഹം എത്ര പാട്ടുകൾ എഴുതിയിട്ടുണ്ടെന്ന് അറിയാമോ? അറിഞ്ഞൂടെ. സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി മലങ്കരയുടെ ചരിത്രത്തിലെ ഒരു ഇതിഹാസമാണ്. അദ്ദേഹം 400-ലധികം പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. 212 പാട്ടുകൾ അന്നത്തെ ഗീതാവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ മറ്റൊരു പാട്ടാണ് എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവി. അറിയത്തില്ലേ കരുണയ്ക്ക്? ഒന്ന് പാടി. പാടൂ. എൻ്റെ ദൈവം മഹത്വത്തിൽ ആദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ഞാൻ ഈശോണി തൻ്റെ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. വേറൊരു പാട്ട് ക്രൂശിന്മേൽ പഠിക്കും. ക്രൂശിന്മേൽ കാണുന്ന ദാരിദ പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. വെരി ഗുഡ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പതിറ്റാണ്ടുകളല്ല നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും മനുഷ്യ മനസ്സിലെന്നും പതിഞ്ഞു നിൽക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ അത്രമാത്രം ഹൃദയസ്പർശിയായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സാധു കൊച്ചുകുഞ്ഞ് ഉപദേശിയുടെ മരണത്തിൽ വളരെ ചെറിയ പ്രായത്തിലാണ് അദ്ദേഹം മരിച്ചത്. 62 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ലാഹ മാർത്തോമ പള്ളി സെമിട്രിയിലാണ് അദ്ദേഹത്തെ അടക്കിയിരിക്കുന്നത്, ഇടയാറുമുള്ള. അന്നത്തെ കാലത്ത് 2 ബിഷപ്പുമാർ, 100-ലധികം അച്ഛന്മാർ, 40,000-ലധികം വരുന്ന പുരുഷാരമാണ് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തത്. അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൂടെ അദ്ദേഹം ഇന്നും നമ്മിൽ ജീവിക്കുകയാണ്. യെസ്, ദാറ്റ് ഈസ് സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി. കരുണ SS gets 7.5 marks. പാട്ട് കുറച്ചുകൂടെ നന്നായിട്ട് പാടാമായിരുന്നു. The next one is Santosh. Can you just identify the picture? This you should know. Huh? No, sir. This also you don't know. Well, that is something which everybody would know. You see? You don't know about it. நீங்கள் மார்ட்டின் லூதரை கேள்விப்பட்டிருக்கா? Martin Luther. Yes. You have heard about him? Yes. What do you know about him? He was a reformer actually. He was? A reformer. He was a reformer. You have not seen his pictures anywhere. I would have seen another pictures. What are the pictures?
Whatever picture is available is only this picture in the internet or whatever. Sir. I don't remember. The face exactly. All right, you fail to recognize him. When I told you, okay, then what else? What else you know about Martin? He's a reformer. Tell me all what you know about Martin Luther. Yeah, he has actually, when Catholic Church, it was dominating the people. Yes. He rose up and he translated the Bible even. In which language did he translate the Bible? Latin, sir. Latin. That's the wrong answer. Then, what else? Then he wrote a thesis actually to many churches. What is the thesis, name of the thesis? I don't know the name, sir, but 96 thesis. 96. You reduced 2 numbers. 98. 98 thesis. Why do you steal away 2 numbers? Yeah. என்ன அப்படி எடுக்கிற 2 thesis? Sir? ആണോ 98 ആണോ 95, 96, 97, 98. Which is the thesis? Exactly. I remember as 96. 95? Maybe. 95. 95, okay, sir. And what happened to him? After writing the thesis, what happened? The Catholic Church Yes, sir. expelled him Yes. in the diet of worms. And then what happened later on? Then his followers were called as Lutheran. Exactly. He formed the Lutheran Church. Lutheran Church. He translated the Bible into the German language. German. And then That's it. he married an ex-nun, Catherine, who was a nun. He married her. Do you know that? No. Yes, he was married. He had children. All right. So he was a reformer. All right. And he started the Lutheran Church, and there's a great flow of people from the Catholic Church to the. And you know, the specialty about his German Bible is that William Tyndale translated the New Testament, and it was much based on Martin Luther's translation. Purida, you won't forget that face? I learned. So since you could not identify, I can only give you 3.5 marks for the little information that you are given. All right? Thanks. Right. Now, let's go to the next picture for Fledin Joshua George. Yes. Yes, Fledin. Do you recognize this person? Graham. Billy Graham. Totally wrong. Identification, you have failed. Reinhard Bonnke. Reinhard Bonnke, again you have identified wrong. I had the great privilege of meeting Reinhard Bonnke in the United States. He was the one who released the Christian Walk Bible, my English Bible. The Christian Walk Bible, he was the one who released Reinhard Bonnke, the world famous evangelist. He released my Bible, the Christian Walk Bible, the first Bible in English history, in the Bible history, which has direct explanations about fasting prayers. The study Bible, layman study Bible on fasting prayers. So Reinhard Bonnke is not the person. So you have made double mistake. Can I tell you the person? Can you tell me something about it? Right. He is whom? I'll give you a clue. Can I? He was a man who was burned to death in Orissa. Graham Staines. Graham Staines. Yes, exactly right. What do you know about Graham Staines? Was a martyr. He was a martyr, of course. That's what when he is burned to death, he is a martyr. What more do you know about him? അദ്ദേഹത്തിൻ്റെ മക്കളും Yes, correct. എത്ര മക്കൾ മരിച്ചു? 2 പേര്. They were burned to death. Okay, tell me more about him. What he was doing. From where was he? What was his job?
He was an Australian missionary. And he was working among the lepers and the poor tribal people. So, fanatics have identified him as a person who is trying to convert people to Christianity. They burned him with his 2 sons as they were sleeping in the station wagon. Right? And then his wife, Gladys Staines, and one daughter was here. Now, she was awarded the Padma Shri for her work among the lepers. And now they have finally left India and have gone back to Australia. That's about Graham Staines. He's a real martyr. So Fledin Joshua George also, it's not better, 3.5 marks. Bible count 2020. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. അമ്മച്ചി, യഹോവ ഇടയനായാൽ കാലിന്റെ മുട്ടാണോ കൈയിന്റെ മുട്ടാണോ ഇല്ലാതാവുന്നത്? ഡി പെണ്ണെ, അഹങ്കാരം പറഞ്ഞാലുണ്ടല്ലോ എന്റെ മട്ട് മാറും. എന്നതാന്നേ എന്നതാടി പ്രശ്നം? ഇച്ചാൻ ഒരുത്തൻ ഈ പെണ്ണിനെ ഇങ്ങനെ വഷളാക്കുന്നേ വചനത്തിലാണോടി നിന്റെ കളി? അമ്മച്ചി വായിച്ചത് അങ്ങനെയല്ലയോ അപ്പച്ച? ഡി അഹങ്കാരി, മലയാളം വായിക്കാനൊക്കെ എനിക്കറിയാം, അതങ്ങനെ തന്നെ ആ വാക്യം. അന്നാമ്മ, നീ ഒന്ന് തണുക്ക്. നീ വായിച്ചത് ശരിയാ, പക്ഷെ 6 കൊല്ലം മുമ്പുള്ള ഭാഷയാ നീ വായിച്ചത്. ഭാഷയും മാറി, അക്ഷരവും മാറി. എടി, ഇപ്പോഴത്തെ പിള്ളേർക്കത് മനസ്സിലാകത്തില്ലടി. അതിന് ഞാൻ എന്നാ ചെയ്യാനാ? എടി, അതിന് ഞാൻ വായിക്കുന്ന പുതിയ പരിഭാഷയായ വിശുദ്ധ സത്യവേദ പുസ്തകം വായിക്കണം. ആ, വായിക്ക്. 23-ാം സങ്കീർത്തനം 1-ാം വാക്യം. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാവുകയില്ല. ഇത് വലിയവർക്കും പിള്ളേർക്കും എല്ലാം മനസ്സിലാവുന്ന ഭാഷയാണല്ലോ. ആ, അതാ അതിന്റെ പ്രത്യേകത. വായിക്കാൻ തുടങ്ങി അതേ വായിക്കൂ. യഹോവ എന്റെ ഇടയനാണ്, 8 വയസ്സുകാർക്കും 80 വയസ്സുകാർക്കും ഒരുപോലെ മനസ്സിലാകുന്ന, വള്ളിക്കും പുള്ളിക്കും വ്യത്യാസമില്ലാത്ത ബൈബിളിന്റെ ആധുനിക മലയാള പരിഭാഷ. വിശുദ്ധ സത്യവേദ പുസ്തകം. ബൈബിൾ ടവർ, കുരിശുകവല, തിരുവല്ല. ഫോൺ 9287287223. ബൈബിൾ ടവർ, കോഴഞ്ചേരി. ഫോൺ 9287287224. ബൈബിൾ ടവർ, കേശവദാസപുരം, തിരുവനന്തപുരം. ഫോൺ 9287287222 എന്നിവിടങ്ങളിൽ ലഭ്യമാണ്. Bible count 2020. Next is the testimony round. Each one of you have to give a testimony, right, about your experience with Jesus. നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളതാണ് അറിയിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ എക്സ്പീരിയൻസിൻ്റെ അനുഭവം, that's a testimony. You know what's a testimony? That's very important. So first, say Fledin Joshua George, then Santosh, then Karuna. So in the testimony round, Fledin Joshua George. എൻ്റെ പേര് ഫ്ലെഡിൻ. ഞാൻ ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ചത്. ഞാൻ പെന്തിക്കോസ് സഭയിൽ പോകുന്നു. You can speak in English also. ഞാൻ ചെറുപ്പത്തിൽ തന്നെ യേശുവിനെക്കുറിച്ച് അറിയാനും യേശുവിനെക്കുറിച്ച് പഠിക്കുവാനും ഒക്കെ ഇടയായി. യേശുവിനെ ജീവിതത്തിൽ അറിഞ്ഞത് വലിയൊരു ഭാഗ്യമായി ഞാൻ കാണുന്നു. പല സന്ദർഭങ്ങളിലും യേശു എന്നെ സഹായിച്ചിട്ടുണ്ട്, വിടുവിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ഇനി മുഴുവനും യേശുവിനായി ജീവിക്കാൻ ഞാൻ വിചാരിക്കുന്നു. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് വരുവാനിരുന്ന ഒരു അനർത്ഥത്തിൽ നിന്ന് ദൈവം വിളിച്ച ഒരു സന്ദർഭം സാക്ഷ്യമായി പറയുന്നു. എനിക്ക് 10 വയസ്സുള്ളപ്പോൾ ഞാൻ ഒരു വാഹന അപകടത്തിൽപ്പെട്ടു. അപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന ഒരു അങ്കിളിന് തലയിൽ നല്ല പരിക്കുകളൊക്കെ പറ്റിയായിരുന്നു.
പക്ഷേ എനിക്ക് ഒരു പരിക്കൊന്നും പറ്റിയില്ല. വണ്ടി കുറേ ഭാഗമൊക്കെ തകർന്നു പോയി. പക്ഷേ ദൈവം എന്നെ സഹായിച്ചു. ഇപ്പോഴും അത് ഓർക്കുമ്പോൾ എനിക്ക് അത്ഭുതമായി തോന്നുന്നു. ദൈവം എന്നെ അന്ന് നല്ലതായിട്ട് കരുതിയതായിരുന്നു. ദൈവത്തിൻ്റെ സ്നേഹം ഓർക്കുമ്പോൾ ഒരു അളവുമില്ലാത്തതെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തോളം ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കും. The next in the testimony round is Santosh. Praise the Lord, I am Santosh. I am from Tamil Nadu, as you know that. So if you are looking into my testimony, I can only able to say we were converted Christian. Actually, we were as Hindus. When up to my 7th standard, actually we were idol worshippers. And my mother's father, means my grandpa, when he was about 60 years, he accepted Jesus Christ as his personal savior because they were having some physical illness. God has healed them. After that, they have instructed us a lot, and they have called us in order to come to church and attend the worship service and accept Jesus Christ as our personal savior. But we rejected in several areas and several occasions. But when I was studying at 7th standard, my father got a illness, physical ailment, so we could not able to predict what it was. We went many hospitals and we went many medical doctors, but they could not able to save him, and even they could not able to identify the disease that he has. So what they did means they told that only God can able to redeem him or heal him. So just hope on the God itself. Like that they have suggested us, and after that we came with a sorrowful mind, and my mother cried a lot. And when as usual, my Sunday class teacher used to come to our village and teach about Jesus. I called them and I prayed for my father, and suddenly, if you are seeing means, suddenly he has been healed, and he was actually totally bedridden, but he was healed at that time. So that time onwards, we accepted Jesus Christ, and often we fear our village, surrounding people and our relatives, because they doesn't like Jesus Christ, and they doesn't like Christianity even. So we were fearing about them, and we were hidingly we were going church on the occasions. Some of the special occasions we used to go to church, and after that 1 month we regularly used to go to the church. So it was my family experience of accepting Jesus Christ. So if you are looking into my personal experience, when I was studying +2, actually it was very normal. We were going to the church and we were worshiping the Lord. We were accepting the Jesus Christ, but still I was like a child in my Christian belief. So I never worshipped the Lord with my truthful mind and heart. And I was with my friends, and worldly pleasures have I was following the worldly pleasures. So when I was studying +2, and my father and mom, they dedicated me for the God's ministry, but I rejected that, and I asked them many questions that why I have to waste my future even, and I will be going for secular jobs, and I will never do the God's ministry. I never want that, like that I have rejected. In several occasions they have even asked me, requested me, but I rejected on the several occasions. But on the day when I was broken in my heart and about my future, and I was crying in the presence of the Lord, even because I could not able to share with anybody, any of my friends or any of my teachers, I went to the presence of the Lord and I cried a lot. That moment I could not able to forget even till now. So I with a broken heart I prayed in the presence of the Lord. Then when the pastor was preaching, he has spoken from the word Romans 8:28, for those who are loving God, for every evil will be turning into the goodness. So God will be guiding them into the path of righteousness. Those who believe on God, they will not be ashamed. So that time I just dedicated myself for the ministry of the Lord, and I told that, Lord, whatever happens in my life, I will be for you, and I will be standing for you. Like that, after entering into the biblical seminary, and after started God's word, to learn God's word, in many of the occasions problem approached me, and I was distracted, and I was brutally actually broken in my heart in many of the several occasions. But still God is speaking with me through his word, and God is guiding me. I hope God will be guiding
furthermore also in order to do his mission in a well manner. So I confess that I'll be for God and I'll be do as God's ministry as much as I can able to do that. So pray for me. God bless us. Thank you. And the last one in the testimony round, Karuna SS. എൻ്റെ പേര് കരുണ. എൻ്റെ സാക്ഷ്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ കുടുംബമായിട്ട് ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ്. ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വിശ്വാസത്തിലോട്ട് വന്നതാണ്. അതെങ്ങനെയെന്ന് എൻ്റെ അമ്മ ആദ്യം വിശ്വാസത്തിലോട്ട് വന്നേ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അമ്മയുടെ 12ാമത്തെ വയസ്സിൽ അമ്മയുടെ അച്ഛൻ മരിച്ചുപോയി. അപ്പോൾ അമ്മയ്ക്ക് അച്ഛനോടായിരുന്നു കൂടുതൽ സ്നേഹം ഉണ്ടായിരുന്നതുകൊണ്ട് അപ്പച്ചൻ മരിച്ചതുകൊണ്ട് ഭയങ്കര സങ്കടമായിരുന്നു, ഒറ്റപ്പെട്ടൊരവസ്ഥയായി. അങ്ങനെ 19ാമത്തെ വയസ്സായപ്പം അമ്മയ്ക്ക് അച്ഛൻ്റെ അടുത്ത് പോകണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ എല്ലാം സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി എല്ലാം ശരിയാക്കി എല്ലാം ചെയ്തു വെച്ചു. എന്നിട്ട് എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചെങ്കിലും അമ്മ അന്ന് ഉറങ്ങിപ്പോയി രാവിലെ എഴുന്നേറ്റ്. അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കുമ്പോൾ അമ്മ റേഡിയോ ഇട്ടു. അപ്പോൾ ആദ്യം കേൾക്കുന്ന KP ഓനാൻ്റെ മെസ്സേജായിരുന്നു, ആത്മഹത്യ ഒരു പരിഹാരമല്ല. ആ മെസ്സേജ് അമ്മ ഫുള്ളും ശ്രദ്ധിച്ച് കേട്ടു. അത് ഫുള്ളും അമ്മയോട് ദൈവം സംസാരിക്കുന്ന പോലെ അമ്മയ്ക്ക് തോന്നി. അങ്ങനെ അമ്മ ദൈവത്തെ അറിഞ്ഞു. അതിനുശേഷം അമ്മയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അമ്മ കൂടുതലായിട്ട് ദൈവത്തെ അറിഞ്ഞത്. അങ്ങനെ ഞാൻ 4.5 വയസ്സ് വരെ സംസാരിക്കാത്തൊരു കുട്ടിയായിരുന്നു. ഞാൻ സംസാരിക്കും, പക്ഷെ ഞാൻ എന്തുവാണ് പറയുന്നതെന്ന് ആർക്കും മനസ്സിലാകത്തില്ല. എൻ്റെ അച്ഛനൊഴികെ എൻ്റെ അമ്മയ്ക്ക് പോലും ഞാൻ എന്തുവാണ് പറയുന്നതെന്ന് മനസ്സിലാകത്തില്ല. എൻ്റെ ആദ്യത്തെ പേര് വർഷയെന്ന്. അപ്പം വർഷയെന്ന് പറയാൻ അറിയില്ല, ഒരു മുടിയെന്ന് പോലും എനിക്ക് പറയാൻ അറിയില്ല. അപ്പം എല്ലാവരും റിലേറ്റീവ്സും എല്ലാവരും പറഞ്ഞു ഇത് മതം മാറി ക്രിസ്ത്യൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, ഷീനയുടെ കൊച്ചു പൊട്ടിയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കളിയാക്കിയിട്ടുണ്ട്. അങ്ങനെ എന്നാൽ പ്രാർത്ഥനയുടെ ബലമായിട്ട് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയെന്ന് മാത്രമല്ല, ഒരു സിസ്റ്ററിൻ്റെ മെസ്സേജ് കേട്ടു. ആ സിസ്റ്ററിൻ്റെ മെസ്സേജും പേരും കരുണയെന്നായിരുന്നു. അങ്ങനെ അമ്മ എനിക്ക് ആ പേര് കരുണയെന്നിട്ടു. അതിനുശേഷം ഞാൻ ഒരു കുഞ്ഞു പിള്ളേരെ ABCD പഠിപ്പിക്കുന്ന പോലെ അമ്മ എനിക്ക് കരുണയെന്ന് പറഞ്ഞു തന്നു. അത് ഞാൻ ആദ്യമായിട്ട് ഒരു വാക്ക് തെറ്റുകൂടാതെ ഞാൻ പറഞ്ഞു. അതിനുശേഷം ഞാൻ നല്ലോണം സംസാരിക്കാൻ തുടങ്ങി. പിന്നെ എൻ്റെ അച്ഛൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അച്ഛനൊരു മദ്യപിക്കുന്ന ഒരാളായിരുന്നു. അതോടൊപ്പം തന്നെ ചെയിൻ സ്മോക്കറും കൂടിയായിരുന്നു. നല്ലോണം മദ്യപിക്കുമായിരുന്നു. അച്ഛൻ്റെ ഏറ്റവും വലിയ ശത്രു ആരാന്ന് ചോദിച്ചാൽ അത് കർത്താവാണ്. ബൈബിളൊക്കെ എടുത്തെറിഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒത്തിരി അച്ഛൻ ദൈവത്തെ ദ്രോഹിച്ചിട്ടുണ്ട്. അപ്പം അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അച്ഛൻ കുടിച്ചുകൊണ്ടൊക്കെ വരുന്നത്. അപ്പം അച്ഛൻ അമ്മയെ ശരിക്കും ഇട്ട് ഉപദ്രവിക്കും. എന്നാൽ അമ്മ അതൊന്നും നോക്കാതെ അമ്മ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം അച്ഛൻ്റെ മുഖത്തൊരു ചെറിയ മുഴ വന്നു. അത് ഓരോ ദിവസം കഴിയും തോറും കൂടി വന്നു. അതൊരു കല്ല് പോലെ. അച്ഛന് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല, വെള്ളം കുടിക്കാൻ പറ്റത്തില്ല. അതൊരു കല്ല് പോലെ ഒരവസ്ഥയായി. ഭയങ്കര വേദന. അതോടൊപ്പം അത് ക്യാൻസർ ആയിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകണം, ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയല്ല, ഹോസ്പിറ്റലിൽ പോകണം. അപ്പം അച്ഛൻ പറഞ്ഞു ഞാൻ ഈ ദൈവത്തെ ഒത്തിരി ദ്രോഹിച്ചിട്ടുണ്ട്. ഈ ദൈവത്തിന് ജീവനുള്ള ദൈവമാണെങ്കിൽ എന്നെ സൗഖ്യമാക്കും, ഇല്ലെങ്കിൽ ഞാൻ മരിക്കും. എനിക്ക് അതേ പറയുള്ളൂ എന്ന് എല്ലാവരും നിർബന്ധിച്ചിട്ടും അച്ഛൻ പോയില്ല. അവിടെ തന്നെ അച്ഛൻ കിടന്നു. അച്ഛനൊന്നും പറ്റുന്നില്ല, അത്രയ്ക്കും വേദനയായിരുന്നു അച്ഛന്. അങ്ങനെ ഒരു ബുധനാഴ്ച വെളുപ്പിന് അമ്മയുടെ മടിയിൽ അച്ഛൻ കിടക്കുക. അപ്പോൾ അമ്മ ജസ്റ്റ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വെറുതെ ഒന്ന് അച്ഛൻ്റെ മുഖത്ത് തൊട്ടതും അച്ഛൻ ശരിക്കും അങ്ങ് വയലൻ്റ്. അമ്മ ജസ്റ്റ് തൊട്ടേ ഉള്ളൂ, പക്ഷെ അച്ഛനത് അമ്മയെ വേദനിപ്പിക്കാൻ വേണ്ടി എന്തോ ഇട്ട് കുത്തുന്ന പോലെ തോന്നി. അത്രയ്ക്കും വേദന എടുത്തു. എന്നിട്ട് പറഞ്ഞു നീ തൊടണ്ട, ജസ്റ്റ് ഡിസ്റ്റൻസ് ഇട്ട് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ രാവിലെ അമ്മയ്ക്കൊരു പ്രെയർ ഉണ്ട്. ഞാനും അച്ഛനും മാത്രമേ ഇപ്പം വീട്ടിൽ ഉണ്ടായിരുന്നു. അമ്മ പ്രെയറിന് പോയി. അപ്പോൾ അച്ഛനെ ഇങ്ങനെ കണ്ണാടി നോക്കിയപ്പോൾ ചെറിയൊരു ബ്ലഡ് സ്പോട്ട് മുഖത്ത് കണ്ടു. ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തും വെള്ളം വരുന്ന പോലെ അച്ഛൻ്റെ മുഖത്തു നിന്ന് ബ്ലഡ് എല്ലാം കൂടി അങ്ങ് ശരിക്കും അങ്ങ് പോയി. മുഖം അങ്ങ് ക്ലിയറായി. ആ സൈഡ് മാത്രം മുടിപ്പോയി. വേറെ ഒരു കുഴപ്പമില്ല. ഒറ്റ ദിവസം കൊണ്ട് ദൈവം അച്ഛനെ സൗഖ്യമാക്കി. അപ്പം തന്നെ അച്ഛന് കുടിക്കുന്നതും സിഗരറ്റ് യൂസ് ചെയ്യുന്നതൊക്കെ നിർത്തി. 15 വർഷമായി. 2014 നടന്ന സംഭവമാണ്. ഇപ്പോൾ എൻ്റെ അച്ഛനൊരു കുഴപ്പമില്ല. ഇത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും, ഞാനന്ന് കുഞ്ഞായിരുന്നെങ്കിലും ദൈവം ഉണ്ടെന്നും പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുന്നൊരു വിശ്വാസം എനിക്ക് വന്നു. അതിനുശേഷം ഞാൻ കുഞ്ഞിലോട്ടെ ദൈവത്തോട് പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ലെങ്കിലും ഞാൻ കുഞ്ഞിലെ എനിക്കറിയാവുന്ന ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലെ ഞാൻ സംസാരിക്കും. അങ്ങനെ ഒരു ഭാഗ്യം ദൈവം എനിക്ക് തന്നു.
പിന്നെ എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ എൻ്റെ ഒത്തിരി ഫ്രണ്ട്സിനോട് ഞാൻ യേശുവിനെ പറ്റി പറയും, എനിക്ക് അറിയാവുന്ന രീതിയിൽ പറയും, എല്ലാവരെയും യേശുവിന് വേണ്ടി നേടണം. ഞാൻ ഹിന്ദു ആയിരുന്നു, ഐഡൽ വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ അങ്ങനെയുള്ളവരെ നിന്ന് രക്ഷിച്ച് ദൈവത്തെ ശരിക്കും സത്യദൈവത്തെ ആരാന്ന് മനസ്സിലാക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. അതിനുവേണ്ടി ഞാൻ എന്നെ ദൈവത്തോട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ദൈവം എൻ്റെ ജീവിതത്തിൽ ഒത്തിരി, എൻ്റെ കുഞ്ഞാളോട്ടെ ഒത്തിരി ദൈവം പ്രവർത്തിച്ചിട്ടുണ്ട്. എൻ്റെ സങ്കടം വന്ന സമയമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കാനും ദൈവത്തിൻ്റെ കരുതൽ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാനും ഒക്കെ ദൈവം എന്നെ സഹായിച്ചു. കരുണയുടെ സാക്ഷ്യത്തോടുകൂടി നമ്മുടെ ടെസ്റ്റിമണി റൗണ്ട് അവസാനിക്കുകയാണ്. ജീവിതത്തിൻ്റെ ഊഷ്മളമായ അനുഭവങ്ങളിലൂടെ യേശുക്രിസ്തുവിനെ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം നിങ്ങളുടെ ഇളം പ്രായത്തിൽ തന്നെ കർത്താവ് പ്രവർത്തിച്ചതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സാക്ഷ്യമെന്ന് പറയുന്നത് ജീവിതാനുഭവമാണ്, പ്രസംഗമല്ല. അപ്പോൾ ആ സാക്ഷികളിൽ ജീവിതാനുഭവങ്ങൾ ഉരുത്തിരിയുമ്പോൾ അതാണ് മറ്റൊരാളെ ആകർഷിക്കാൻ കഴിയുന്നത്. ഇതിന് മാർക്കിടുക വളരെ പ്രയാസമുള്ള കാര്യമാണ്. എങ്കിലും ഒരു മത്സരവേദി ആയിരിക്കുന്നതുകൊണ്ടും ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ടും ഒരു ആവറേജ് ആയിട്ടുള്ള മാർക്കാണ് തരുന്നത്. നിങ്ങളുടെ സാക്ഷ്യത്തിന് സ്വർഗത്തിലാണ് മാർക്ക് ലഭിക്കേണ്ടത്. വിലയെന്ന എനിക്ക് അതിനുള്ള കഴിവോ ഇല്ല എങ്കിൽ തന്നെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ എന്നെ നയിക്കുന്നതനുസരിച്ചാണ് ഇങ്ങനെ ഒരു റൗണ്ട് തന്നെ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്കൊന്ന് സന്തോഷിക്കാം. ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിൽ അനേകായിരങ്ങൾക്ക് നിങ്ങളുടെ സാക്ഷ്യം കേൾക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ അത് അവരുടെ ജീവിതത്തിൽ യേശു ജീവിക്കുന്നു എന്നുള്ളതിന് ഒരു വലിയ തെളിവായി തീരുവാൻ തക്കതിനോണം ഈ ബൈബിൾ ക്രൗണ്ട് 2020 മുഖാന്തരം ഒരുക്കും. പ്രത്യേകിച്ച് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട സന്തോഷിൻ്റെയും കരുണയുടെയും സാക്ഷ്യങ്ങൾ അത് അനേകർക്ക് ഒരു പുതിയ വെളിച്ചമാണ്. യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ദർശനമാണ്. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഫ്ലെഡിൻ ജോഷുവ ജോർജിൻ്റെ സാക്ഷ്യം വളരെ ക്രിസ്പായിരുന്നു. ഐ തിങ്ക് വുഡ് ഐ ഗിവൻ എ ബെറ്റർ ടെസ്റ്റിമണി ഇൻ ഇംഗ്ലീഷ്. എനിവേ ഇറ്റ് വാസ് വെരി ഗുഡ്. ഐ ഗിവ് 7.5 മാർക്സ് ഫോർ ഫ്ലെഡിൻ ജോഷുവ ജോർജ്. അടുത്ത സാക്ഷ്യം സന്തോഷിൻ്റേതാണ്. ഹെയിലിംഗ് ഫ്രം തമിഴ്നാട്. യേശു ക്രിസ്തുവിനെ അനുഭവമായിക്കൊണ്ട് വന്ന ഒരു കുടുംബത്തിൻ്റേതായിട്ടുള്ള സാക്ഷ്യമാണ് നാം കേട്ടത്. ആ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ യേശു ക്രിസ്തുവിനെ അനുഭവമാക്കുവാൻ സന്തോഷിനും കഴിഞ്ഞു. കൂടുതലായി യേശുവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇവിടെ കേരളത്തിൽ വന്ന ബൈബിൾ കോളേജിൽ ചേർന്ന് പഠിക്കുകയാണ്. യേശു ക്രിസ്തുവിനെ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ഉള്ളൊരു വലിയ അവസരം സന്തോഷം ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഇവിടെ ഈ ബൈബിൾ കോളേജിൽ പഠിക്കുന്നത്. Am I right? Yes, sir. Yes. You're right. So may the Lord bless you for that. Thank you, sir. Right? There's so much of work to be done in your villages Sure, sir. to show Jesus Christ to others. Sure, sir. So I pray that the Lord use you more and more. Thank you, sir. Right? Thank you, sir. So സന്തോഷിന് 8 മാർക്ക്. He is coming from a non-Christian background. കരുണയുടെ സാക്ഷ്യം ഹൃദയസ്പൃക്കായിരുന്നു. യേശു ക്രിസ്തു തന്നെ രക്ഷിതാവെന്ന് ബോധ്യപ്പെടുവാൻ തക്കവണ്ണം പിതാവിൻ്റേതായിട്ടുള്ള സ്വഭാവങ്ങളിൽ നിന്ന് വിടുവിക്കുവാനും സൗഖ്യം പ്രാപിക്കുവാനും തക്കവണ്ണം ഒക്കെയും ദൈവം ഇടയാക്കി. അത് കരുണയുടേതായിട്ടുള്ള മുൻപിലുള്ള സാക്ഷ്യമാണ്. കർത്താവിൻ്റെ സാന്നിധ്യം, സാമീപ്യം കരുണ അനുഭവിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതെനിക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഈ സാക്ഷ്യം അനേകായിരങ്ങളെ കർത്താവിലേക്ക് നയിക്കുവാൻ മുഖാന്തരം ഒരുക്കണം. നമ്മുടെ പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ പാപത്തിൻ്റെ പെരുവഴികളിലൂടെ പോകുന്ന അനേകായിരങ്ങളുണ്ട്. നിങ്ങൾക്ക് അപ്രകാരം ഒരു വലിയ ഭാഗ്യം കർത്താവ് തന്നു, കർത്താവിനെ അറിയുവാൻ, ആ അറിവിലൂടെ മുൻപോട്ട് പോകുവാൻ. കർത്താവിൻ്റെ വലിയ സൗഖ്യം. 4 വയസ്സ് വരെയും സംസാരശക്തി ഇല്ലാതിരുന്നൊരു സ്ഥാനത്ത് ഊമനെ സൗഖ്യമാക്കിയ കർത്താവിൻ്റെ കരുണയും സൗഖ്യമാക്കി. വർഷ എന്ന പേര് കരുണയാക്കി മാറ്റി. ഈ കാരുണ്യം അനേകരിലേക്ക് പകരുവാൻ കർത്താവ് സഹായിക്കട്ടെ.
കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം കരുണ മുന്നോട്ട് ഇറക്കണം. അത് സ്വർഗത്തിലൊരു വലിയ സാക്ഷ്യമായിട്ട് അനേകായിരങ്ങൾക്ക് വഴിതെളിക്കും. കരുണയ്ക്കും 8 മാർക്ക് നൽകുകയാണ്. ഈ മാർക്കുകൾ ഒരു മാനദണ്ഡം മാത്രമാണ്. ഓൾറൈറ്റ്, സോ മേ ദ ലോർഡ് ബ്ലെസ് യു ആൻഡ് ഐ വാണ്ട് യു ടു കണ്ടിന്യൂ ഇൻ ദിസ് ടെസ്റ്റിമണി. ഈ മാർഗം വളരെ ഇടുക്കവും ഞെരുക്കവുമുള്ളതാണ്. കാരണം നമ്മൾ മുൻപോട്ട് പോകും തോറും, ആഴങ്ങളിലേക്ക് ചെല്ലും തോറും നമ്മുടെ പ്രയാണം വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കും. നമ്മോടൊപ്പം എപ്പോഴും നമ്മളെ തകർക്കുവാൻ, നമ്മുടെ സാക്ഷ്യത്തെ തകർക്കുവാൻ ആരാ കൂടെ ഉള്ളത്? പിശാചാണ്. ഏത് രംഗത്തും നമ്മളെ തോൽപ്പിക്കും. പ്രത്യേകിച്ച് നിങ്ങൾ യൗവനക്കാരാണ്. യൗവനത്തിൻ്റേതായിട്ടുള്ള പ്രലോഭനങ്ങൾ, there will be so many attractions and distractions which will try to draw you away from Christ. But keep steady. Jesus will be with you, and may the Lord bless all of you. Thank you. Bible Count 2020. വിശ്വാസി സമൂഹത്തിന് അവിസ്മരണീയവും ഭക്തിസാന്ദ്രവുമായ 300-ലേറെ ആരാധനാഗാനങ്ങൾ സമ്മാനിച്ച ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് സ്തോത്ര സ്തുതിഗീതികളുടെ മറ്റൊരു സമാഹാരം കൂടി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു. എൻ്റെ യേശു. സ്തോത്രം സ്തോത്രം യഹോവേ സ്തോത്രം 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 ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം യേശുവേ സ്തോത്രം 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 ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം പരിശുദ്ധാത്മാവേ സ്തോത്രം 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 ഹല്ലേലൂയ. ഓരോ വിശ്വാസിക്കും കൂട്ടായി, തുണയായി, അനുഗ്രഹമായി, സാന്ത്വന സാമീപ്യമായി എന്നും കൂടെയുള്ള യേശുവിനെ മഹത്വപ്പെടുത്തുന്ന ആത്മീയമായ ഈരടികളുടെ സംഗീത സമാഹാരം എൻ്റെ യേശു. എന്നുമെന്നും പാടി പുകഴ്ത്താം യേശുവിനെ, എപ്പോഴും പാടി സ്തുതിക്കാം. എന്നുമെന്നും പാടി പുകഴ്ത്താം യേശുവിനെ, എപ്പോഴും പാടി സ്തുതിക്കാം. എവിടെയും സാക്ഷ്യമായിടാം യേശുവിനെ, എല്ലായിടവും ഉയർത്തിയിടാം. എവിടെയും സാക്ഷ്യമായിടാം യേശുവിനെ, എല്ലായിടവും ഉയർത്തിയിടാം. ആർത്തിരമ്പുന്ന തിരമാലകളുടെ മേൽ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിനെ പിളർന്ന് കൂരിരുട്ടിൽ വെളിച്ചമായി നമ്മെ കരം പിടിച്ചു നടത്തുന്ന കർത്താവാം ദൈവത്തെ സ്തുതിച്ചു പാടാൻ ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് സമ്മാനിക്കുന്നു എൻ്റെ യേശു. അഭൗമമായ ആരാധനാ ഗീതികളുടെ സമാഹാരം. നാൾ തോറും നാഥൻ ചെയ്യും നന്മകൾക്കായി പാടുക സ്തുതി നീ എൻ മനമേ, പാടുക സ്തുതി നീ എൻ മനമേ. നാൾ തോറും നാഥൻ ചെയ്യും നന്മകൾക്കായി. എൻ്റെ യേശു ക്രിസ്തീയ കൂട്ടായ്മ ഗാനങ്ങൾ, മ്യൂസിക് സിഡികൾ സ്വന്തമാക്കാൻ ബന്ധപ്പെടുക. ക്രിസ്ത്യൻ കമ്മ്യൂണിക്കേഷൻസ്, വെയ്റ്റ് സെന്റർ, പെരിങ്ങോർ, വെമ്പായം PO, തിരുവനന്തപുരം. ഫോൺ 9287-287-222, 9495-828-444. ബൈബിൾ ടവർ, കുരിശുകവല, തിരുവല്ല. ഫോൺ 9287-287-223. ബൈബിൾ ടവർ, കോഴഞ്ചേരി, പത്തനംതിട്ട. ഫോൺ 9287-287-224. പ്രാർത്ഥനയുടെ ലോകത്ത് കൂട്ടാകാൻ എൻ്റെ യേശു. എനിക്കെന്നും കൂട്ടായ യേശുണ്ട്. അതിരാവിലെ തിരുസന്നിധിയിൽ, അത്യുന്നതനായ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ മുട്ടുമടക്കുന്ന ഏതൊരു ദൈവ പൈതലിനെയും തളർന്നു പോകാതെ ശക്തിയും നിരാശയിൽ പ്രത്യാശയും ബലഹീനതയിൽ ബലവുമേകി അതിരാവിലെ അത്യുന്നതനായ ദൈവസന്നിധിയിലേക്ക് നമ്മെ നയിക്കുവാൻ ഓരോ പ്രഭാതത്തിലും 6:30 വെയ്റ്റ് ടെലിവിഷൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന പ്രതിദിന ധ്യാന സമാഹാരം അതിരാവിലെ തിരുസന്നിധിയിൽ ഇപ്പോൾ പുസ്തക രൂപത്തിലും യാത്രകളെ ധന്യമാക്കുവാൻ CD രൂപത്തിലും ലഭ്യമാണ്. മലയാളത്തിലെ അപൂർവമായ ധ്യാന സമാഹാരം ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് തയ്യാറാക്കിയ 8ാം പതിപ്പ്
അതിരാവിലെ തിരുസന്നിധിയിൽ. പുസ്തകത്തിനും സിഡികൾക്കും ബന്ധപ്പെടുക 9495-828-444, 9287-287-222. ബൈബിൾ ടവർ, കുരിശുകവല, തിരുവല്ല 9287-287-223. ബൈബിൾ ടവർ, കോഴഞ്ചേരി 9287-287-224. Bible Crown 2020. Now, may I request you for the scorecards, the final scorecard. Thank you. The first prize goes to Karuna SS, 35.5 marks. The second prize goes to Fledin Joshua, 31 marks. And the third prize goes to Sandosh, 21.5 marks. Now, this marks doesn't have any bearing as far as the round is concerned. The best of the entire Sinai stage would be taken. We'll keep a fixed number, like 20, 25, we'll take a fixed number and then we'll prepare fixed marks. So whether you get 20 or 30 doesn't matter here, because this is not a qualifying round. The best participants would be chosen for the next round, that's the Carmel round. So congratulations. And I would request you to come and collect your prizes. Please come. Karuna SS. Congratulations. Yes, Freddy. Did you see that crown? Is it too big for your head? No. Congratulations. Yes, Sandosh. And the pressing konjam kuda jaasti avaranam. Congratulations. God bless. സീനായ സ്റ്റേജിലെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ബൈബിൾ ക്രൗൺ 2020. തിരുവചന പൊരുളുകൾ അനേകായിരങ്ങൾക്ക് വെളിച്ചമായി തീരുവാൻ ബൈബിൾ ക്രൗൺ 2020 മുഖാന്തിരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അനിൽ ജോൺ, സോഫി അനിൽ, അൻസോ അനിൽ ആൻഡ് അലൻസോ അനിൽ, ഷാർജ. ബൈബിൾ ക്രൗൺ 2020. The Linarisa family dedicates with the prayers Bible Crown 2020 for the promotion and propagation of the Word of God.